കഴിഞ്ഞ കുറെ കാലമായി അത്ര സുഖകരമായ ബന്ധമായിരുന്നില്ല പാകിസ്ഥാനും ചൈനയും തമ്മിൽ. ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ സൈനിക മേധാവി മുനീർ ചൈനയിലെത്തി വാങ്വൂയെ കണ്ടിരുന്നു. അവരുടെ വിദേശകാര്യമന്ത്രി വാങ്വൂയി ആണ് അന്ത്യശാസനമാണ് നൽകിയത്, മുന്നറിയിപ്പല്ല. കാരണം ചൈന പറയുന്നത് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി CPEC അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ ഗദ്വാർ തുറമുഖം അത് ഈ നിലയിൽ നിശ്ചലമാക്കിയിടാൻ കഴിയില്ല. ബലൂചിസ്ഥാനിലെ ലിബറേഷൻ ആർമിയുടെ വലിയ ശക്തമായ തിരിച്ചടി മൂലം അനവധി ചൈനീസ് ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെട്ടു, തങ്ങളുടെ പദ്ധതികൾ മുടങ്ങി. ഇത് അനുവദിക്കാൻ കഴിയില്ല. ഇതിനകത്ത് ശക്തമായ ഒരു നിലപാട് നിങ്ങൾ എടുത്തേ മതിയാകുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ തുറമുഖം തുറക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സാമ്പത്തിക ഇടനാഴി റോഡിന്റെ പണികളും തീർക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ അനവധി കാര്യങ്ങളാണ് ഇപ്പോൾ ചൈന പറയുന്നത്. ഇത് ആദ്യമായിട്ടല്ല ചൈന ഇത്തരത്തിൽ കാര്യങ്ങൾ മുൻപോട്ട് പറയുന്നത്. ചൈന പറയുന്നത് ഇനി ഇത് പൂർത്തിയാക്കാതെ ഒരു നിക്ഷേപവും പാകിസ്ഥാൻ നൽകില്ല എന്നാണ്. ഇതോടുകൂടി തന്നെ ഈ EPECയുടെ അടുത്ത ഘട്ടം പണം ലഭിക്കുമെന്ന് കരുതിയ പാകിസ്ഥാൻ അതൊരു വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ചൈന പറയുന്നത് ഈ ഇറാൻ വിഷയത്തിൽ പാകിസ്ഥാൻ എടുക്കുന്ന നിലപാടും അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്നതും ഉടനടി നിർത്തണമെന്നുകൂടി ചൈന പറഞ്ഞിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് അമേരിക്കയെ പിന്താങ്ങിക്കൊണ്ട് പാകിസ്ഥാൻ രംഗത്തെത്തുന്നതും ചൈനയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാകിസ്ഥാൻ ഇറാൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന് പറഞ്ഞതിനെ ഇറാനും അമേരിക്കയും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതായത് വളരെ അപഹാസ്യപരമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ചൈന കൂടി പാകിസ്ഥാൻ ഒരു താക്കീത് നൽകിയിരിക്കുന്നത്. ഇറാൻ വിഷയത്തിൽ വളരെ അവധാനതയോടുകൂടി ഇടപെടണം എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇപ്പോൾ നടക്കുന്ന സംഘർഷം അവസാനിപ്പിക്കണമെന്നും കൂടി ചൈന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറെ കാലമായി അവരുടെ ഒരു നിലനിൽപ്പ് തന്നെ ഭീഷണി ഉയർത്തിക്കൊണ്ട് അനവധി സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. അവർ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിയിരുന്ന ചൈന പോലും ഇപ്പോൾ അവരെ കൈവിടുന്ന അവസ്ഥ. സാധാരണഗതിയിൽ പാകിസ്ഥാൻ ചെയ്യുന്ന ഡബിൾ ഗെയിം ആയിരുന്നു. ഒരു ഭാഗത്ത് അമേരിക്കയെ കൂടെ നിർത്തുകയും മറുഭാഗത്ത് അമേരിക്കയുടെ ശത്രുവായ ചൈനയെ ചേർത്ത് പിടിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ചൈന പതുക്കെ കൈവിട്ട് തുടങ്ങുന്നു എന്ന് മാത്രമല്ല മുന്നറിയിപ്പിന് പകരം അന്ത്യശാസ്ത്രം നൽകുന്ന നിലയിലേക്ക് കൂടി അത് കാര്യങ്ങൾ മാറി മറിയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.